മേനോൻ അല്ലെങ്കിൽ മേനോൻ സാർ എന്നൊക്കെ വിളിക്കുന്ന കൂടാതെ മറ്റെന്തെങ്കിലും പേരിൽ ആരെങ്കിലും വിളിക്കാറുണ്ടോ എന്ന് വെച്ചപ്പോൾ ആദ്യം പറഞ്ഞത് പൊന്നമ്മ ചേച്ചിയാണ് വിളിക്കുന്നത്, ബാലു എന്ന് വിളിക്കുന്നത്. വിളിച്ചിട്ടില്ല. അല്ല വിളിക്കുന്നത് എന്നെ പൊന്ന ചേച്ചി മേനോന്ന് വിളിച്ചാൽ ഓർമ്മയില്ല. ഇല്ല ഞാൻ വിളിച്ചിട്ടില്ല. അതെന്താണ് അങ്ങനെ ഒരു പേര് വിളിക്കണമെന്ന് തോന്നാൻ കാര്യം? അതായത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ബാലേന്ദ്ര മേനോൻ നടൻ അല്ലെങ്കിൽ സംവിധായകൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അങ്ങനെയൊക്കെ അല്ലേ. ഇതൊന്നും അല്ലാത്തൊരു ബാലേന്ദ്ര മേനോനെ എനിക്കറിയാം. ഒരു 21-22 വയസ്സുണ്ടാവും അല്ലേ. ഒരു പത്രപ്രവർത്തകനായിട്ടാണ് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത്. ഒരു കൊച്ചു പയ്യൻ, പക്ഷെ നല്ല ചുറിയുറുക്കും ചൊടിയൊക്കെ ഉള്ളൊരു, അന്നുകൊണ്ട് ഈ തലയെടുപ്പും തെറിപ്പൊക്കെ ആരോ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി അല്ലേ. അങ്ങനെയാണ് ഞാൻ അന്ന് മുതൽ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഈ സ്മാർട്ട്നെസ് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ പലപ്പോഴും ഒക്കെ വരും. ഈ ലേഖകനായിട്ട് തന്നെ അല്ല വീട്ടിലെ ഒരുപാട് പുസ്തകം കണ്ട ഭർത്താവ് പുസ്തകങ്ങളൊക്കെ ധാരാളം വായിക്കുന്നു. എല്ലാ ടൈപ്പ് പുസ്തകങ്ങളുണ്ടാവും. അപ്പം സിനിമയെക്കുറിച്ചൊക്കെ ഇങ്ങനെ രണ്ടുപേരും കൂടി സംസാരിക്കും. അത് വലിയ വളരെ പ്രധാനപ്പെട്ട, കാരണം വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഇരുന്ന് വെച്ചാൽ എല്ലാ മാറ്ററും എഴുതി പോസ്റ്റ് ചെയ്യും. പോസ്റ്റ് വെച്ചാൽ അവിടെ അന്ന് ഈ സഞ്ചരിക്കുന്ന തപാൽ വണ്ടിയുണ്ട്. ആ മാറ്റർ ഒരാഴ്ചത്തേക്കുള്ളത് നമുക്ക് കൊല്ലത്തേക്ക് അയച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആണ്. അപ്പോൾ എൻ്റെ അന്ന് എനിക്ക് വന്ന് പൊന്നോച്ചെന്ന് ഭയങ്കര ബിസിയാണ്. എത്രയോ ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ മണിസ്വാമി വീട്ടിൽ കാണും. അപ്പോൾ എനിക്ക് കയറി ചെല്ലാവുന്ന ഏറ്റവും സ്വാതന്ത്ര്യമുള്ള വീടാണ്. പുള്ളിയും ബോർഡ് വെച്ചിരിക്കുക അവിടെ. അപ്പോൾ ചെന്നിരുന്നാൽ അവിടെ സുഖമാണ്, ഇഷ്ടം പോലെ ചായ കിട്ടും, കണ്ടമാനം പുസ്തകങ്ങൾ. ഇത് വായിച്ച് ഞാൻ എത്രയോ പുസ്തകങ്ങൾ അവിടെ നിന്ന് വായിച്ചു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സിനിമയിലൊരു പ്രിപ്പറേഷൻ നടന്നത് രഹസ്യമായിട്ടാണെങ്കിലും പൊന്നോച്ചയുടെ വീട്ടിൽ വെച്ചിട്ടാണ്. വളരെ അപൂർവം ദിവസങ്ങളിൽ പൊന്നോച്ച വീട്ടിൽ കാണും. ഉണ്ടെങ്കിൽ ചോദിച്ചുകൂടെ ഒരു 4-5 തവണയെങ്കിലും ചായ വാങ്ങിച്ചു കുടിച്ചിട്ടുണ്ട്. പക്ഷേ അത് നമുക്കൊരു അവിടുത്തെ നമുക്ക് വേണ്ടപ്പെട്ട വീട്. എനിക്ക് അതല്ല, ഞാൻ പ്രത്യേകം വാച്ച് ചെയ്യാനുണ്ടായ എന്തിനെക്കുറിച്ചും അറിയാനുള്ള ഒരു ഭയങ്കര ഒരു ജിജ്ഞാസ എന്ന് പറയാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വളരെ താല്പര്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഈ സിനിമയെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഇരുന്ന് കേക്ക് എടുക്കുകയൊക്കെ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ പറഞ്ഞോട്ടെ, എനിക്ക് തോന്നുന്നു ആദ്യത്തെ പടം ഡയറക്റ്റ് ചെയ്യും പുള്ളിക്കാരൻ ആദ്യമായിട്ട് ക്യാമറ സത്യമാണ് ക്യാമറ കൂടി നോക്കുന്നത് ആദ്യമായിട്ട്. ഈ മണിസ്വാമിക്ക് സിനിമയെ പറ്റിയിട്ടുള്ള കുറേ സങ്കല്പം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ വഴക്കൊക്കെ ആവും. ചില പടങ്ങളൊക്കെ വിമർശനം വന്നാൽ പുള്ളി ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ അതെ ഭയങ്കര വഴക്കവും വാശിയും വീർപ്പ്. അവിടുത്തെ ഒരു സെക്കൻഡ് ഹോം ആയിരുന്നു എൻ്റെ.